അവയവ കടത്തുമായി ബന്ധപ്പെട്ട കേസിൻ്റെ അന്വേഷണം ഊർജിതപ്പെടുത്തുന്നതിന് പോലീസ് കൈക്കൊണ്ട നടപടികൾ വിശദീകരിക്കാമോ? സർ, ഇക്കാര്യത്തിൽ നല്ല രീതിയിലുള്ള നടപടികളാണ് നമ്മുടെ സംസ്ഥാനത്ത് സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാം പ്രതിയായ ജയകുമാറിൻ്റെ 18/2/2021 മുതൽ 20/5/2024 വരെയുള്ള വൻതോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്താൻ കഴിഞ്ഞു. 2015 മുതൽ 24 വരെ മറ്റൊരു അക്കൗണ്ടിലും സമാനമായ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി അന്വേഷണത്തിൽ തെളിഞ്ഞു. രണ്ടാം പ്രതിയായ സാബിത്ത് നാസർ, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകളിൽ ഇവർ തമ്മിലുള്ള ഇടപാടുകളുടെ വിവരങ്ങൾ ലഭിച്ചിട്ടുമുണ്ട്. അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്ന് കാശ്മീരിലെയും പഞ്ചാബിലെയും അവയവ സ്വീകർത്താക്കൾക്ക് വേണ്ടി തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, കേരളം ഇത്രയും സംസ്ഥാനങ്ങളിലെ നിർധനരായ ആളുകളെ കണ്ടെത്തി അവയവ കച്ചവടം നിയമവിധേയമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വൻതുക വാഗ്ദാനം ചെയ്ത് വിദേശ രാജ്യങ്ങളിലടക്കം കടത്തിക്കൊണ്ടുപോയതായ വിവരങ്ങളുണ്ട്. ഇത്തരത്തിലൊരു ആന്ധ്രാപ്രദേശ് സ്വദേശിക്ക് അവയവ കച്ചവടവുമായി ബന്ധം കണ്ടെത്തിയിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിനായി അന്വേഷണ സംഘത്തെ 18/6/2024 ഒരു സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഹൈദരാബാദിലേക്ക് അയച്ചിട്ടുമുണ്ട്. സർ, നിയമവിധേയമല്ലാതെ സംസ്ഥാനത്ത് നടക്കുന്ന അവയവദാനം സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തലുകൾ വിശദമാക്കാമോ? സർ, ഇതിൽ നിയമപ്രകാരമല്ലാത്ത അവയവദാനം അത് സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് ക്രൈംബ്രാഞ്ച് ADGPയെ ചുമതലപ്പെടുത്തിയിരുന്നു. അതിൽ വിവിധ പ്രദേശങ്ങളിലെ അവയവദാതാക്കളുണ്ട്, സ്വീകർത്താക്കളുണ്ട്, ആശുപത്രികളുണ്ട്. ഇവരിൽ നിന്നെല്ലാമുള്ള വിശദാംശങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു വരികയാണ്. ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ അനുമതിയില്ലാതെ അവയവ കൈമാറ്റം നടന്നതായ വിവരങ്ങളൊന്നും വെളിവായിട്ടില്ല.